ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. ഹരഹരോ ഹരഹര. അപ്പൊ ഇന്നലെ തൈപ്പൂയം ആയിരുന്നല്ലേ? തൈപ്പൂയമായിട്ട് എല്ലാവരും അമ്പലത്തിലൊക്കെ പോയോ, കാവടിയൊക്കെ കണ്ടോ എന്നൊക്കെ ഉള്ളത് താഴെ കമന്റ് ബോക്സിൽ പറയണേ. അപ്പൊ ഇത് തിരുവനന്തപുരം പട്ടം കാവല്യൂർ കോണം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി ഘോഷയാത്രയാണ് കേട്ടോ. അപ്പൊ ദാ മുരുകസ്വാമി ആനപ്പുറത്ത് എഴുന്നള്ളുന്നുണ്ട്. അതിന്റെ ബാക്കിൽ ഇപ്രാവശ്യം ഒരുപാട് കാവടികള്, ഒരു വിധത്തിൽ പറഞ്ഞ എല്ലാ ടൈപ്പ് കാവടികളും ഉണ്ടായിരുന്നു. പറവക്കാവടിയും ഭസ്മക്കാവടിയും പീലിക്കാവടിയും അങ്ങനെ എല്ലാ ടൈപ്പ് കാവടികളും ഉണ്ടായിരുന്നു. പിന്നെ ഈ കാവടികളിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. അതായത് ഒരു കൂട്ടം ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ ശരീരം വേദനിപ്പിച്ചുകൊണ്ടുള്ള ഭക്തിയെ പ്രോത്സാഹിപ്പിക്കാതെ അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തവരും ഉണ്ട്. അതേസമയം ഇതിലൊക്കെ ഒരു ദൈവികത കണ്ടിട്ട്, കാരണം ഇങ്ങനെ ഇത്രയും വ്രതം എടുത്തും സുബ്രഹ്മണ്യ സ്വാമിയെ അത്രയ്ക്കധികം വിശ്വസിച്ചും ഒക്കെ നമ്മൾ ഇതുപോലെ ശൂലമൊക്കെ കുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് അതിന്റെ ഒരു പാടോ ഒന്നും കാണാൻ പറ്റുമോ അല്ലെങ്കിൽ വേദനിക്കോ ഒന്നും ചെയ്യാത്തത് ഒരു ദൈവത്തിന്റെ ഒരു അതിശയമായിട്ട് കാണുന്ന ഒരു വിഭാഗവും ഉണ്ട്. അപ്പോൾ ഇതിനോടൊന്നും താല്പര്യം ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. കാരണം ഇത് ഫുള്ള് കാവടി തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യവും എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇതുപോലെയുള്ള ഒരു കാവടി ഘോഷയാത്ര നമ്മുടെ ഇതിന്റെ തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റുകൾ ഇതുപോലെയുള്ള കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറഞ്ഞത്. അപ്പോ കാവടി എന്ന് പറയുമ്പോൾ അറിയാലോ, മിക്കവാറും തിരുവനന്തപുരത്തല്ല, കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഉള്ള ഒരുവിധം എല്ലാ മുരുക ക്ഷേത്രങ്ങളിലും തൈപ്പൂയം ഭയങ്കര വിശേഷമാണ്. ഭയങ്കര ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇന്നലെ അത് എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. പിന്നെ നമ്മുടെ ഇവിടെ തന്നെ അഗ്നിക്കാവടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കാണാൻ പോയെങ്കിലും നമുക്ക് അതിന്റെ വീഡിയോ ഒന്നും വലുതായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം അതുപോലെ നല്ല തിരക്കുണ്ടായിരുന്നേ. അതുകൊണ്ടാണ്. തൈപ്പൂയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തമിഴ് പഞ്ചാംഗത്തിൽ, അതായത് നമ്മളെ മലയാളത്തില് ചിങ്ങങ്കഞ്ഞി എന്ന് പറഞ്ഞ അങ്ങനെ 12 മാസങ്ങളുണ്ടല്ലോ, അതേപോലെ തമിഴ് പഞ്ചാംഗത്തിലെ ഒരു മാസമാണ് തൈമാസം. ഈ തൈമാസത്തിലെ പൂയം നാളാണ് തൈപ്പൂയമായിട്ട് എല്ലാവരും ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിന് അതായത് ഈ തൈപ്പൂയം എന്തുകൊണ്ടാണ് മുരുകന് പ്രത്യേകത വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് കഥകൾ പ്രചരിക്കുന്നുണ്ട്. അതിലേതാണ് ശരിയെന്ന് അറിയില്ല. ഒന്ന്, മുരുകസ്വാമിയുടെ പിറന്നാളായിട്ടാണ് ഒരു കൂട്ടര് തൈപ്പൂയത്തെ കാണുന്നതെങ്കിൽ മറ്റൊരു കൂട്ടര് കാണുന്നത് താരകാസുരനെ യുദ്ധത്തിൽ വധിച്ച് വിജയം കൈവരിച്ച ദിവസമായിട്ടാണ് മറ്റൊരു വിഭാഗം കാണുന്നത്. എന്നാൽ ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം കാണുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ വിവാഹ ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും നമ്മുടെ മുരുക ക്ഷേത്രങ്ങൾ, അതായത് മുരുക പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ തൈപ്പൂയം എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതകളുള്ള ദിവസമാണ് കേട്ടോ. പിന്നെ ഈ കാവടികൾ എടുക്കുന്നത് പല ഇതിനു വേണ്ടിയിട്ടാണ്. അതായത് പീലിക്കാവടി, പൂക്കാവടി, ഭസ്മക്കാവടി ഒക്കെ അഭിഷ്ട സിദ്ധിക്കൊക്കെയാണ് എടുക്കുന്നത്. അതുപോലെ ഓരോ കാവടിക്കും ഓരോ ഇതുണ്ട്. പിന്നെ ഇതിന്റെ ഇതനുസരിച്ചാണെങ്കിൽ നല്ല രീതിയിൽ വ്രതമൊക്കെ നോക്കി അമ്പലത്തിൽ തന്നെ നിന്ന് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ വ്രതം പിടിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമായിട്ട് തന്നെയാണ് കേട്ടോ തോന്നുന്നത്. കാരണം നമ്മുടെ ശരീരത്തിലൂടെ നിസാരം ഒരു ചെറിയൊരു മുള്ളു കൊണ്ടാൽ പോലും നമ്മൾ അയ്യോ എന്ന് വിളിച്ച് വേദന കൊണ്ട് ഒന്ന് കുടയുമെങ്കിലും ചെയ്യുന്ന നമ്മൾ പലരും ഈ കാവടിക്കൊക്കെ വ്രതമൊക്കെ എടുത്ത് ഇതുപോലെ ശൂലവും ഒക്കെ കുത്തി എങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു വേദനയൊന്നും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രത്യേക ഒരു അത്ഭുതമായിട്ടൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊക്കെ കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കാവടി കണ്ടോ, എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ വീഡിയോ ഫുള്ള് കണ്ടല്ലോ, കാവടിയെല്ലാം കണ്ടോ? കാവടിയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തിരുവനന്തപുരത്തുള്ള കാവടിയൊക്കെ ഒന്നും കണ്ടിട്ടില്ലാത്ത മറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേക്കണേ. അപ്പൊ അവർക്കും കാണാമല്ലോ എങ്ങനെയാണെന്നൊക്കെ. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണോ എന്നൊന്നും എനിക്ക് അറിയില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് കാവടിയുടെ തൈപ്പൂയത്തിന്റെ പ്രത്യേകത, അവിടെയൊക്കെ എങ്ങനെയാണ് ആഘോഷങ്ങൾ എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.